കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേരകേളി സദനമാവിൻ കേരളം 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 കേളികൊട്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേരകേളി സദനമാവിൻ കേരളം 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 കേളികൊട്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേരകേളി സദനമാവിൻ കേരളം പൊന്നും ചിങ്ങപ്പൂവിളി കേട്ടുണരും കുന്നെല്ലിൻ പാടത്തിലൂടെ. നമസ്കാരം. ഞാൻ കൽക്കട്ട ഹോസ്പിറ്റലിലെ പ്രധാന ഭിഷഗ്വരനായ ഡോക്ടർ അച്ചായൻ. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. ദൈവത്തിൻ്റെ ഈ സ്വന്തം നാട്ടിൽ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കേരളത്തനിമയെന്ന സങ്കല്പത്തിൻ്റെ സാക്ഷാത്കാരത്തിന് ഇന്നിവിടെ ഞാൻ ഭദ്രദീപം കൊളുത്തുകയാണ്. കവികൾ വാഴ്ത്തിപ്പാടുന്ന കലയുടെ നാടായ കൊച്ചു കേരളം ദേശങ്ങൾക്കും ഭാഷകൾക്കും അതീതമായി എന്നും പ്രകീർത്തിക്കപ്പെടുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. വിദ്യാഭ്യാസ രംഗത്തും കലാ സാംസ്കാരിക രംഗത്തും നാം കാത്തു സൂക്ഷിക്കേണ്ട കേരളത്തനിമ നമുക്കിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യമാണ് കൽക്കട്ട ഹോസ്പിറ്റൽ കേരളീയ മാതൃകയിലാക്കാൻ എനിക്ക് പ്രചോദനമായത്. കേരളത്തിൻ്റെ തനതായ സംസ്കാര പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന ഒന്നായി കൽക്കട്ട ഹോസ്പിറ്റൽ ഇന്ന് മുതൽ രൂപം മാറുകയാണ്. ഇനി മുതൽ ഈ ഹോസ്പിറ്റലിൽ രോഗികളെ ശുശ്രൂഷിക്കാൻ നഴ്സുമാരില്ല. പകരം ആതുര സേവനം ഒരു വ്രതമായി ഏറ്റെടുത്ത കേരളീയ മംഗമാരായ സഹോദരിമാരാണ്. നമസ്കാരം. ഇനി മുതൽ ഈ ഹോസ്പിറ്റലിൽ അറ്റൻഡന്മാരില്ല. പകരം സ്നേഹസമ്പന്നരായിട്ടുള്ള കേരളീയ സഹോദരന്മാരാണ്. നമസ്കാരം. ഈ നൂതന സങ്കല്പങ്ങൾക്ക് എനിക്ക് ഏറ്റവും സഹായകനായ മനോരോഗ വിദഗ്ധൻ ഡോക്ടർ രാജേഷ് ഖന്ന. എല്ലാരും ഉണ്ടല്ലോ. നമസ്കാരം. 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 ഇനി മുതൽ ഈ കൽക്കട്ട ഹോസ്പിറ്റലിൽ നിലം തുടക്കുന്നതും വാതിലടക്കുന്നതും സ്നേഹാദരായ രണ്ട് ശുശ്രൂഷകരാണ്. ഇവിടുത്തെ തൂപ്പുകാരി തങ്കമണിയും കാവൽക്കാരൻ ഫാൻഡം ഫയലിയും. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഈ നിമിഷം മുതൽ ഈ ആശുപത്രി കേരള തനിമയെന്ന സങ്കല്പം പൂവണിയാണ്. നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഞാനിതിന് ഭദ്രദീപം കൊളുത്തുകയാണ്. Happy birthday to you. Happy birthday to you. Shut up your mouth. ഇതിവിടെ ഒറ്റ ഇംഗ്ലീഷ് സംസാരിച്ചു പോകരുത്.
കേരള തനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും കേരള ടച്ച് വേണം. അപ്പോ ഈ ടച്ച് എന്ന വാക്ക് ഇംഗ്ലീഷ് തന്നെയാണ്, പക്ഷേ ഇതുപോലെയുള്ള കവിതകളുടെ മുന്നിൽ അത് മലയാളമായിട്ട് ഉപയോഗിക്കാം. അടുത്തതായി കേരള തനിമ നിലനിർത്താനുള്ള പ്രതിജ്ഞയാണ്. എല്ലാവരും കൈനീട്ടി പിടിക്കൂ. നമുക്ക് പ്രതിജ്ഞ ചൊല്ലാം. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ അളിയന്മാരാണ്. നിർത്തണോ? കേരള തനിമയുടെ പ്രതിജ്ഞയാണ് ചൊല്ലേണ്ടത്. എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരെന്നല്ലേ, പിന്നെ അളിയന്മാരെന്ന് തന്നെ എന്തിനാ പറഞ്ഞേ? എനിക്ക് ആകെ ഒരു സഹോദരി ഉള്ളൂ. ആ സഹോദരി കെട്ടിയാണ് ഒരളിയാണ്. എല്ലാവരോടും ശ്രദ്ധിക്കൂ. കേരള തനിമയുടേതായ ചില മാറ്റങ്ങൾ നിങ്ങളുടെ എല്ലാ പ്രവൃത്തിയിലും വേണം. രോഗികളെ കാണുമ്പോൾ എല്ലാവരും നമസ്തേ എന്ന് പറഞ്ഞ് വണങ്ങി അവരെ അഭിസംബോധന ചെയ്യണം. ആരെ കണ്ടാലും നമസ്തേ സഹോദര, സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കണം. പറയൂ. കൊള്ളാം. ഇതുപോലെ തന്നെ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോകുമ്പോൾ വാതിൽ മുട്ടി മേ കമിൻ സാർ എന്ന് ചോദിക്കുന്നതിന് പകരം ചെരവിട്ടാ മതി. ഇതാണോ കൊരവ? ഞാൻ കരുതി ഡോക്ടർ എച്ചാനെ ആക്കിയതായിരിക്കും. അടുത്തതായി, രോഗികളെ കുത്തിവെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഞ്ഞുകൊണ്ട് ആ ഭാഗം തിരുമ്മിക്കൊടുക്കരുത്. പകരം ആ ഭാഗത്തൊരു സ്നേഹ ചുംബനം, ഒരു മുത്തം. അതായത് ഇങ്ങനെ. ഓ, എനിക്ക് മനസ്സിലായി. എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ സാറിൻ്റെ കയ്യിൽ ആരെങ്കിലും ഒന്ന് കുത്തി വെച്ചിരിക്കട്ടെ, അപ്പം നമ്മളിങ്ങനെ ഒരു മുത്തം കൊടുക്കണം അല്ലേ? എന്താ എന്ത് പറ്റി? ഇഞ്ചക്ഷൻ കൊടുക്കണ ഭാഗത്ത് മുത്തം കൊടുക്കണമെങ്കിലേ ചന്ദ്രയുടെ ഭാഗത്ത് ഇഞ്ചക്ഷൻ ഒഴിവാക്കണം. ഒരു മനോരോഗ വിദഗ്ധനായ ഞാൻ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കേരളക്കരയുടെ അന്തർധാരയിൽ സ്ഫുടനം ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്രത്യക്ഷമാകുന്ന ഭ്രമണപഥത്തിൽ നിന്നും ഭ്രൂണനം ചെയ്യുന്ന ക്ഷിപ്രസ്ഥൂലങ്ങളാണ് ഗർഭസ്ഥയ. കുറച്ച് വെള്ളം കിട്ടുമോ? ഒരു ശ്വാസം മുട്ടൽ പോലെ. ആവശ്യമില്ലാത്ത പദങ്ങൾ ഉപയോഗിച്ച് നെഞ്ചുളുക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? നമുക്ക് കേരള തനിമയിലേക്ക് തിരിച്ചു വരാം. രോഗികൾക്ക് നമ്മൾ മരുന്ന് കൊടുക്കുന്നത് ഇതുപോലെ വാഴയിലായിരിക്കും. ഈശ്വരാ, പപ്പടം പഴം പായസം കൂട്ടി ഓണസദ്യ വിളമ്പിയതുപോലെ ഉണ്ട്. അതെ, 1 വീതം 3 നേരം വിഭവസമൃദ്ധമായ മരുന്ന് കൊടുക്കൽ. ഈ ഇല സൂക്ഷിച്ചു വെച്ചാ ആ രോഗിയുടെ അടിയന്തരത്തിന് ചോറുകളും. കേരള തനിമയിൽ വിറ്റോടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞാ കൊള്ളായിരുന്നു. ഞാൻ പറഞ്ഞു തരാം. ഇതാണ് കേരള തനിമയുടെ ചൂല്. ഈ ചൂല് ഉപയോഗിച്ച് ഇങ്ങനെ താളാത്മകമായി മുറ്റടിക്കാം. ഉദാഹരണത്തിന് വഞ്ചിപ്പാട്ട് പാടുന്ന പോലെ അമ്മണി കുട്ടി കാണിക്കും. വളരെ മനോഹരമായിരിക്കുന്നു. അടുത്തതായി ഞാനിവിടുത്തെ അമ്മത്തൊട്ടിൽ പരിചയപ്പെടുത്താം. അമ്മത്തൊട്ടിലോ? അതെ, മാതൃഹൃദയത്തിന്റെ പ്രതീകമാണ് അമ്മത്തൊട്ടിൽ. പിഞ്ചു കുഞ്ഞുങ്ങൾ അമ്മയുടെ സ്നേഹവും വാത്സല്യവും തിരിച്ചറിയുന്നത് ഈ തൊട്ടിലൂടെയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ അമ്മത്തൊട്ടിന്റെ ഉദ്ഘാടനം കൂടി ഞാൻ നിർവഹിക്കുകയാണ്. ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വരും. ഞാൻ വരാം. വേണ്ട, താൻ കയറണ്ട, താൻ കയറ്റിയിരുത്തിയാ മതി. മമ്മൂട്ടി, come on. Come on, lift up. Good. Very good. ഈ തൊട്ടിലാട്ടിക്കൊണ്ട് ഞാൻ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ചേട്ടാ, ഒരു മിനിറ്റ്. ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായാലും മാറിപ്പോയോ? ആ ഹോസ്പിറ്റൽ തന്നെയാണിത്. ഹോസ്പിറ്റൽ കേരളീയ തനിമയാക്കിക്കൊണ്ട് തോന്നുന്നതാ. കേരള തനിമ? ഡോക്ടറെ കട വന്നാണ്. എന്നാ കേരളീയ തനിമയെ പറ്റി പറയണ്ട, നേരിട്ട് കണ്ട് അനുഭവിച്ചോളൂ. നമസ്തേ സഹോദര, നമസ്തേ. താങ്കൾക്ക് കൽക്കത്ത ഹോസ്പിറ്റലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇതെന്താ ഇങ്ങനെയൊക്കെ? അതെല്ലാം വഴിയെ മനസ്സിലായിക്കൊള്ളും. ആട്ടെ, താങ്കൾക്ക് ഏത് ഡോക്ടറെ കാണേണ്ടത്? എനിക്കല്ല,
എന്റെ അച്ഛൻ കാറിലുണ്ട്. വലിയ രോഗം കൂടിയതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നതാ. അച്ഛനാണ് രോഗി. എങ്കിലും ഒട്ടും വിഷമിക്കണ്ട. മമ്മൂട്ടി ചെല്ലപ്പ ഓടിവാ. ഓ എന്റെ അമ്മോ, ഇതെന്താ ഈ ആശുപത്രിയിൽ ഏതമ്പലത്തിൽ ഉത്സവമാണ്? ഇതാണ് കൽക്കട്ട ഹോസ്പിറ്റലിന്റെ മാത്രമായ കേരള തനിമ. കേരളീയ സംസ്കാരങ്ങൾ, ആചാര മര്യാദകൾ ഇവയെല്ലാം നിങ്ങൾക്കിനി ഇവിടെ ലഭ്യമാണ്. അതെ, അതിന്റെ കൂടെ ഒരു വലിയ കേരളാവിലും കൂടെ കിട്ടും. പ്രിയപ്പെട്ട മലയാളി മങ്കിമാരെ, അല്ല മങ്കമാരെ, സഹോദരന്മാരെ, നോക്കി നിൽക്കാതെ ഈ രോഗിയെ നമുക്ക് ആശുപത്രിയിലേക്ക് ആനയിക്കാം. ഞാനല്ല രോഗി, പിന്നെ കാറിനകത്തിരിക്കുന്ന എന്റെ അച്ഛനാണ്. എന്നാ പിന്നെ സമയം കാണണ്ട, ആ കാറിന്റെ കവാടം വലിച്ചു തുറന്നിട്ട് ആ വലിയ രോഗിനെ നമ്മുടെ ആശുപത്രിക്ക് സ്വീകരിച്ചാനിരിക്കാം. വന്നാലും ആഗതനായാലും മെല്ലെ. ഇതെന്താണ് ചില മന്ത്രിമാരെ വരവേൽക്കുന്നത് പോലെ? ഇതാണച്ച കേരള തനിമ. നിന്റെ അമ്മൂമ്മയുടെ കേരള തനിമ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. എന്റെ ഡെഡ് ബോഡി ചുടുകാട്ടിൽ എടുക്കുമോ എന്നൊരു തോന്നല്. നിർത്തണോ? പാദങ്ങൾ കഴുകി വൃത്തിയാക്കിയിട്ട് അകത്തേക്ക് എടുത്താൽ മതി. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോഴേക്കും എന്റെ അച്ഛന്റെ കാറ്റ് പോകും. കാറ്റ് പോയോണ്ട് നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട. കേരള തനിമയോട് ദയിപ്പിക്കാനുള്ള എല്ലാ സംവിധാനവും ആശുപത്രിയിലുണ്ട്. എന്റെ അച്ഛനെ ദയിപ്പിച്ചാൽ മതി. കേരള സ്റ്റൈലിൽ വരൂ, നമുക്ക് ഈ വലിയ രോഗിയെ എത്രയും പെട്ടെന്ന് ഡോക്ടർ എച്ച് റൂമിലേക്ക് കൊണ്ടുപോകാം. ഇതെന്താ മീൻചന്തേ കൂയി തോപ്പിക്കാൻ? ഞങ്ങൾ കൊരവിട്ടതാ. ആദ്യമായിട്ട് ഏത് രോഗി വന്നാലും കൊരവിട്ട് ആനയിക്കണമെന്നാണ് ഇവിടുത്തെ നിയമം. ഇവമാരെ ഒടുക്കത്തെ ഒരു കൊരവാ. എന്റെ കാറ്റ് പോവോ ദൈവമേ. ധൈര്യമായിട്ട് ഐശ്വര്യമായിട്ട് ഹോസ്പിറ്റലിനകത്തേക്ക് ആഗതനാകൂ. ഒന്ന് കയറി എല്ലാവരും. ചേട്ടാ, ഇതെന്താ ഇങ്ങനെ? വീണ് കൈയൊടിഞ്ഞ് വന്നതിന് കേരള സ്റ്റൈലിൽ പ്ലാസ്റ്റർ ഇട്ടതാ. കഷ്ടം.